നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ ഈ മൊബൈൽ ഫോണിലുള്ള സ്ക്രീൻഷോട്ടാണ്. ഏകദേശം 15 GB യൂസ്ഡ് ആണ്. ആ 15 GB യൂസ്ഡിൽ നിന്നും ഞാൻ ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു ഡോക്യുമെൻറ്റ്സോ ഒരു കുന്തവും ഞാൻ ഡിലീറ്റ് ആക്കാതെ ഒരൊറ്റ ക്ലിക്കിൽ ഞാൻ മാറ്റിയെടുത്തതാണ്. ഈ ഒരു 15 GB നിന്നും ഞാൻ 2.24 GB ആക്കി ഞാൻ കൺവേർട്ട് ആക്കിയിരിക്കും. അത് നിങ്ങൾക്കും പറ്റും. എങ്ങനെ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ വീഡിയോസ് ലൈക്കും അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റിങ്ങും ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. അതായത് ഫോട്ടോസ് കണ്ടില്ലേ, photos.google.com എന്ന് നിങ്ങൾ എഴുതിയതിന് ശേഷം അതൊന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും സൈൻ ഇൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രൈവ് നമ്മൾ ഗൂഗിളിൽ ഒന്ന് ഓപ്പണായി വരും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കാം. ഞാൻ ആക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം ഇവിടെ ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഈ ഒരു മൊബൈൽ ഫോണിൽ 15 യൂസ്ഡ് ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റോറേജ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. സ്റ്റോറേജിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കൺവേർട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു സ്റ്റോറേജ് സേവർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിക്കവർ സ്റ്റോറേജ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെ ഈ ഒരു മോർ കാണാൻ സാധിക്കും, ഒരു നീല എയ്ത്തിൽ. ആ ഒരു മോറിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു കോളം. ഈ ഒരു കോളൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ കംപ്രസ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ബാക്കി പണിയൊക്കെ ഞാനിങ്ങനെ നോർമലായിട്ട് യൂസ് ചെയ്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഡ്രൈവിൽ പോയി നോക്കിയപ്പോൾ ആ ഒരു 15 GB നിന്നും 2.24 GB ആക്കി കൺവേർട്ട് ആക്കിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.